ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മളിപ്പോൾ ഇവിടെ ഈശ ഫൗണ്ടേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഈശ ഫൗണ്ടേഷൻ കാണാൻ വേണ്ടി വന്നതാണെങ്കിലും ഒരു ദിവസം മുഴുവൻ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ താമസിച്ച ശ്രീ ഭാരത് ഹോട്ടലിലെ സെക്യൂരിറ്റി പറഞ്ഞു, ഇതിനടുത്ത് ഒരു വലിയൊരു ഡാമുണ്ട്, ശിറുവാണി ഡാം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട്സൊക്കെ ഈശ ഫൗണ്ടേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ മനോഹരമായ ഡാം കാണാൻ പുറപ്പെട്ടു. അങ്ങനെ നമ്മൾ 2 ട്രിപ്പായി പോകാനായിരുന്നു പ്ലാൻ ഇട്ടത്. ഡാമിലെത്തിയാൽ ഒരു 2-3 മണിക്കൂർ വേണ്ടി വരും എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും രാവിലെ തന്നെ ഈ ഡാമിലേക്ക് പോകാൻ വേണ്ടി ഒരു വണ്ടി ഏർപ്പാടാക്കി. അങ്ങനെ നമ്മളൊരു വണ്ടിയിൽ 5-6 പേര് വന്നെത്തി. പക്ഷേ നിർഭാഗ്യവശാൽ അന്ന് ലീവായിരുന്നു. 2 ദിവസം ഹോളിഡേ ആണെന്ന് അവിടെയുള്ള സെക്യൂരിറ്റിക്കാർ പറഞ്ഞു. നമ്മളാകെ വിഷമത്തിലായിരുന്നു. എന്നാൽ എന്താ, 4-5 കിലോമീറ്റർ നടന്ന് കാട്ടിലൂടെ നടന്ന് വേണം ഈ ഡാമിലെത്താൻ. അപ്പോൾ അങ്ങനെയൊക്കെ പോകാൻ ശ്രമിച്ചു. പക്ഷേ അവർ എന്തായാലും കാടിനുള്ളിലേക്ക് നമ്മളെ വിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് മുമ്പോട്ടേക്ക് പോയി. തൊട്ടടുത്ത് തെളിഞ്ഞ വെള്ളം നിറഞ്ഞ ചെറിയ നദികളും അരുവികളും ഒക്കെ കണ്ട് നമ്മൾ സന്തോഷിച്ചു. മാത്രമല്ല ഈ ഡാമിൻ്റെ ഗേറ്റ് മുതൽ അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മളെ അത്ഭുതപ്പെടുത്തിയത്. കാരണം തമിഴ്നാട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു വരൾച്ചയുടെ മുഖമാണ് മനസ്സിൽ തെളിയുക. പക്ഷേ എന്നാൽ എന്താ, ഈ കോയമ്പത്തൂർ എന്ത് മനോഹരമാണ്! നിറയെ വയലുകളും തോട്ടങ്ങളും കാടുകളും, ശരിക്കും മനോഹരമായ ദൃശ്യങ്ങൾ തന്നെ. നമ്മൾ വിചാരിക്കുന്ന തമിഴ്നാടാണോ ഇത്? ശരിക്കും അല്ല. കേരളം പോലെ പച്ചപ്പ് നിറഞ്ഞ അതിമനോഹരമായ സ്ഥലം. ഒരു ഗ്രാമം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് ഫ്ലാറ്റുകളുണ്ട്. പിന്നെ ഇടയ്ക്ക് വില്ലകൾ, ആളുകൾ താമസിക്കുന്ന വില്ലകളും ഒക്കെ കാണുന്നുണ്ട്. പിന്നെ മോർണിംഗ് വില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളവിടെ നിർത്തി ആ ഗാർഡനൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചതായിരുന്നു. പക്ഷേ അവിടെയുള്ള വില്ലകൾക്ക് ഉള്ളിലുള്ള അവർക്ക് മോർണിംഗ് വാക്കിനും ഉള്ള ഒരു ഗാർഡനൊക്കെ കണ്ടു. ശരിക്കും ഒരു ടൗണിൻ്റെ പ്രതീതി. സത്യത്തിൽ ഈ ഗ്രാമം ശിരുവാണി ഗ്രാമം, എന്നാൽ ആധുനിക സൗകര്യത്തോടു കൂടിയുള്ള വില്ലകളും ഗാർഡനുകളും ഒക്കെ കാണാം. അങ്ങനെ ഈ ഡാം കാണാതെ വളരെ നിരാശയോടെ മടങ്ങി. ഇങ്ങനെ ഞങ്ങൾ താമസിച്ച ഹോട്ടൽ ഭാരതിലേക്ക് മടങ്ങി വന്നു. കുറച്ച് സമയം കഴിഞ്ഞ് ഈശയിലേക്ക് പോകാമെന്നായി. അങ്ങനെ ഞങ്ങളുടെ ആ ഒരു ഹോട്ടൽ മുറി 3-4 നിലയുള്ളതായിരുന്നു. അങ്ങനെ മുകളിൽ കയറി താഴെ നോക്കുമ്പോൾ ആ ചുറ്റുഭാഗവുമുള്ള ഒരു ഭംഗി, ഇടയ്ക്കിടയ്ക്ക് മയിലുകളുടെ കരച്ചിൽ കേൾക്കാം. അപ്പോൾ ആ സെക്യൂരിറ്റി പറഞ്ഞു, ഈ ഒരു 50-60 മയിലുകൾ ഈ കാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മുകളിലേക്ക് കയറിപ്പോയി മയിലുകളെ ഒക്കെ ഷൂട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. പക്ഷേ മയിലുകളെയൊന്നും കണ്ടില്ല. നിറയെ കുറ്റിച്ചെടികളാണ്. ഈ മയിലുകളൊക്കെ പകൽ സമയം എങ്ങനെ കുറ്റിച്ചെടിക്കുള്ളിലൊക്കെ നിൽക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വിശാലമായ ഈ സ്ഥലത്ത്, പച്ചപ്പ് നിറഞ്ഞ ഈ സ്ഥലത്ത് എനിക്ക് ഒരു മയിലിനെ പോലും കാണാൻ പറ്റിയില്ല. പക്ഷേ ഇടയ്ക്ക് അവ കരയുന്ന ശബ്ദമൊക്കെ കേൾക്കാം.
ശരിക്കും ആ ശിരുവാണി ഗ്രാമമാണ് കേട്ടോ ഇത്. ഈ ഗ്രാമത്തിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ വയ്യ. കുറേ ദൂരെയായി മഞ്ഞിൽ പൊതിഞ്ഞ ശിരുവാണി മലനിരകൾ. അതിൻ്റെ താഴെ എത്ര ഭംഗിയുള്ള ഗ്രാമങ്ങളാണെന്നോ. ശരിക്കും നമ്മളെ ഇങ്ങനെ അത്ഭുതപ്പെടുത്തും. പിന്നെ കേരളം പോലെ ഒരുപാട് തെങ്ങ് നിറഞ്ഞു നിൽക്കുന്നു. പിന്നെ ദൂരെ മലനിരകളിൽ നിന്ന് താഴോട്ടൊഴുകി വരുന്ന നദികളും എല്ലാം ചേർന്ന് ശരിക്കും ഒരു ദിവസം കൂടി ആ ഹോട്ടലിൽ താമസിക്കാം എന്ന് മനസ്സ് പറഞ്ഞു. പക്ഷെ നമുക്ക് ഈ ഈഷയിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ ഈഷയിലേക്ക് പോകാൻ എല്ലാവരും റെഡിയായി. അങ്ങനെ നമ്മളെ കയറ്റാൻ നമ്മുടെ വണ്ടി വന്നു. അങ്ങനെ ഞങ്ങളുടെ വണ്ടി വന്നപ്പോൾ എല്ലാവരും അതിൽ കയറിയിരുന്നു. കാര്യമായി കാണേണ്ടത് ഈഷ ഫൗണ്ടേഷനിലെ ഓരോ കാര്യങ്ങളും കാണാനുണ്ട്. ഇതാണ് നമ്മൾ താമസിച്ച ശ്രീ ഭാരത് ഹോട്ടൽ. ചുറ്റിലും മലനിരകളാൽ ചുറ്റപ്പെട്ട ഈ ഒരു ചെറിയ ഗ്രാമം ശരിക്കും ഐശ്വര്യവും സൗന്ദര്യവും കൂടിക്കലർന്നതാണ്. ഇപ്പോൾ നമ്മുടെ വണ്ടി ഈഷ ഫൗണ്ടേഷന് നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രാമങ്ങളാണ്. പിന്നെ തോട്ടങ്ങൾ, വയലുകൾ എല്ലാമുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നാൽ അതിന് ചുറ്റിലും നല്ല വ്യവസായവും വളരും. അതുപോലെ ഈഷയുടെ ചുറ്റിലുള്ള പല ഭാഗങ്ങളിലും ഹോട്ടലുകളും ചായക്കടകളും ചെറിയ ചായക്കടകളും അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളും കൂടെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്ഥലത്ത് നിന്ന് ഒരു 6 കിലോമീറ്റർ ദൂരെയാണ് ഈ ഈഷ ഫൗണ്ടേഷൻ എന്ന സ്ഥാപനം. ശ്രീ സദ്ഗുരുവാണ് ഇവിടുത്തെ പ്രധാന ഗുരു. ഇവിടെ യോഗ ക്ലാസ്സുകളും ആത്മീയമായ പല ക്ലാസ്സുകളും നടക്കുന്നുണ്ട്. അങ്ങനെ 6 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ നമ്മൾ ഏകദേശം ഈഷ ഫൗണ്ടേഷൻ്റെ അടുത്തെത്തി. ഇപ്പോൾ നമ്മൾ ഈഷയിൽ എത്തിച്ചേർന്നതേ ഉള്ളൂ. ചുറ്റിലും ചെറിയ അമ്പലങ്ങളൊക്കെ ആയി ഒരു തമിഴ്നാട്ടിൻ്റെ ഒരു ചെറിയ പതിപ്പ്. പിന്നെ ചുറ്റിലും തെങ്ങുകളാണ്. അപ്പം നല്ല വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോകാൻ എങ്ങനെ പോകും എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഞാൻ തൊപ്പിയെടുത്തു. അങ്ങനെ നമ്മൾ അവസാനം ഈഷ ഫൗണ്ടനിലേക്ക് കാലുകുത്തി. ഈഷയെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഈഷയെപ്പറ്റിയും പല മറ്റുള്ള ഈഷയുടെ മറ്റ് സ്ഥാപനങ്ങളെപ്പറ്റിയും ഞാൻ നിങ്ങളോട് സംസാരിക്കും. ഇപ്പോൾ നമുക്ക് തൽക്കാലം ഈഷയിലേക്ക് പോകാം. ദൂരെ വെള്ളായണി ഗിരി കാണാം. അതിൻ്റെ മുമ്പിലാണ് ഈ ഈഷയുള്ളത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഞാൻ ഈഷയെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരണങ്ങളുമായി ഞാൻ ഉടനെ വരാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നീലമലകൾ കാണുന്നില്ലേ? അതിമനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ നമുക്ക് ഒരുപാട് വിവരണങ്ങളുമായി ഉടനെ തന്നെ വരാം. ഈഷ ഫൗണ്ടേഷനിലെ ലൈറ്റ് ആൻഡ് സൗണ്ട് എന്ന ഒരു പ്രോഗ്രാമുണ്ട്. അതൊക്കെ കാണേണ്ടതാണ് എന്നാണ് പറഞ്ഞത്. ഞാൻ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഇപ്പോൾ നിങ്ങൾ ഈ ശിരുവാണി എന്ന ഗ്രാമം ഒക്കെ കണ്ടല്ലോ. ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ആദിയോഗിയുടെ, അതായത് മഹാദേവൻ, ശിവൻ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ
ആദിയോഗിയുടെ ഒരു വലിയ കൂറ്റൻ പ്രതിമയാണ് ഈ സ്ഥലം ഇത്രയും പ്രസിദ്ധി ആർജിച്ചത്. പിന്നെ മാത്രമല്ല ഒരുപാട് കാഴ്ചകൾ വേറെയുമുണ്ട്. നമുക്കതൊക്കെ മറ്റൊരു വീഡിയോയിലൂടെ കാണാം.